നമസ്കാരം. ആകാശത്ത് കാർമേഘം ഉരുണ്ടുകൂടിയപ്പോൾ തന്നെ അയ്യോ നമ്മുടെ സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എത്ര മെച്ചപ്പെട്ടേനെ എന്ന് പറഞ്ഞ് കാപ്സ്യൂൾ ഇറക്കി കളിക്കുകയാണ് സഖാക്കൾ. അവർക്കവരുടെ ചമ്മലും നാണക്കേടും മാറ്റാൻ പിണറായിയെ ഓർത്ത് വിലപിക്കുക മാത്രമേ വഴിയുള്ളൂ. വാസ്തവത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ദുരന്തവും പിണറായി വരുത്തി വെച്ചതാണ് എന്ന സത്യം മറച്ചു വയ്ക്കാനാണ് വി.ഡി. സതീശിനെ വില്ലൻ വേഷം കെട്ടിച്ച് ഇവർ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത്. 2018 മഹാപ്രളയത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പിണറായി വിജയൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ തെളിയിച്ചതാണ്. അതിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണ് പിണറായി ജനം ആട്ടി ഓടിച്ചത്. ഇപ്പോൾ 2026 ഭരണമേറ്റ് 3 മാസം തികഞ്ഞ വി.ഡി. സതീശനെയാണോ കുറ്റം പറയേണ്ടത്? കഴിഞ്ഞ 10 വർഷം ഈ നാട്ടിൽ ചെയ്യേണ്ടത് ചെയ്യാതിരുന്ന പിണറായി വിജയനെയാണോ കുറ്റം പറയേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രളയത്തിനും ഈ ദുരന്തത്തിനും ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ, അത് സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. 2018 ദുരന്തമുണ്ടായപ്പോൾ ക്യാപ്റ്റൻ വേഷം കെട്ടി തങ്ങളാണ് ഈ നാടിനെ സംരക്ഷിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് സഖാക്കൾ ആദ്യം ക്യാപ്സ്യൂൾ ഇറക്കിയത്. പിന്നീട് ദുരന്തത്തിൻ്റെ പേരിൽ നാട്ടുകാർ അയച്ചു കൊടുത്ത പണം അടിച്ചു മാറ്റാനും കമ്മീഷൻ കൈപ്പറ്റാനും തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങൾ തുടങ്ങി. മൂന്നാമത് കേരളം പുനർനിർമ്മിക്കാൻ എന്ന പേരിൽ നാടുനീളെ പിരിവെടുത്തും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം പിടിച്ചും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അടിച്ചു മാറ്റാൻ ശ്രദ്ധിച്ചു. ഈ 3 പ്രക്രിയകളിൽ മാത്രം ശ്രദ്ധിച്ചതുകൊണ്ട് 2018 മുതൽ 2026 വരെ 8 വർഷം പിന്നിട്ടിട്ടും ഈ നാടിന് വേണ്ടി ചെയ്യേണ്ടതൊന്നും ഇവർ ചെയ്തില്ല. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഈ നാട് അനുഭവിക്കുന്നത്. മികച്ചൊരു ഭരണാധികാരി ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തത്തിൻ്റെ തിക്താനുഭവങ്ങളെക്കുറിച്ച് പഠിച്ച് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ഒരു വാഹനാപകടം ഉണ്ടായാൽ അപ്പോൾ തന്നെ ആ അപകടമുണ്ടായ സാഹചര്യം പരിശോധിക്കുകയും അത് ഡ്രൈവറുടെ ഉത്തരവാദിത്വമില്ലായ്മ മൂലമാണെങ്കിൽ അത് കണ്ടെത്തി അയാളെ ശിക്ഷിക്കുകയും, അതല്ല റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ റോഡ് സ്ഥിതി ചെയ്യുന്ന ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടോ പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ അപകടമുണ്ടായാൽ ചെയ്യുന്നത് GD എൻട്രിക്ക് വേണ്ടി ഒരു പോലീസ് റെക്കോർഡ് മാത്രമാണ്. അവിടെ തുടങ്ങുകയാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ശബരിമലയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടാണ് എരുമേലിയിൽ നിന്നും മുക്കൂട്ടുതറ വഴി കണമല കടന്ന് ഇലവങ്കലെത്തുന്ന റോഡ്. ഈ റോഡിൽ കണമല കവലയ്ക്ക് മുമ്പ് അട്ടിവളവ് എന്നു പേരുള്ള ഒരു വലിയ വളവുണ്ട്. ഈ വളവിലുണ്ടായ അപകടത്തിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് ഇതുവരെ മരിച്ച ശബരിമല അയ്യപ്പ ഭക്തരുടെ എണ്ണം 38 ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ 38 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അപകടമുണ്ടാവാതിരിക്കാൻ അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിർത്തിയിൽ വാഹനം ഇടിച്ചാൽ പിറകോട്ട് തള്ളുന്ന ഒരു അതിർത്തി വേലി നിർമ്മിച്ചതടക്കം, വേഗത നിയന്ത്രിക്കുന്ന തരത്തിൽ ബമ്പുകൾ ഉണ്ടാക്കിയതടക്കം, ശബരിമല സീസൺ സമയത്ത് വാഹനങ്ങൾ നിർത്തി അവരെ വിവരം ധരിപ്പിച്ച് പറഞ്ഞയക്കുന്നത് അടക്കമുള്ള ചില പരിഷ്കാരങ്ങൾ വന്നതോടെ അവിടെ അപകടങ്ങൾ കുറഞ്ഞു. അപകടങ്ങൾ ഉണ്ടായാലും മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ഇത് ചെയ്യാൻ 38 ജീവനുകൾ നഷ്ടമാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു. ആദ്യത്തെ അപകടത്തെ തുടർന്ന് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള അവധാനതയാണ് കഴിഞ്ഞ 10 വർഷം സകല കാര്യങ്ങളിലും പിണറായി സർക്കാർ ചെയ്തത്. 2018 പ്രളയമുണ്ടായതിനു ശേഷം എന്തുകൊണ്ടാണ് പ്രളയമുണ്ടായത്? എന്തുകൊണ്ടാണ് ചിലയിടങ്ങൾ മാത്രം മുങ്ങിയത്? എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിലെ വീടുകൾ മാത്രം തകർന്നത്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയില്ല. പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കും നാമമാത്രമായ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ ഒതുങ്ങി സർക്കാരിൻ്റെ ഇടപെടൽ. എങ്ങനെ മഴ പെയ്തു, എവിടെ മഴ പെയ്തു, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകത എന്താണ്, എവിടെയാണ് വെള്ളം പൊങ്ങിയത്, എന്തുകൊണ്ട് അവിടെ വെള്ളം പൊങ്ങി, ഇത് തടയാൻ എന്താണ് വഴി, ഇത്തരം അപകടം ഒഴിവാക്കാൻ എന്താണ് വഴി എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടന്നില്ല, ഒരു പരിഹാരവും ഉണ്ടായില്ല. ഈ 8 വർഷം അങ്ങനെ വെറുതെ കളഞ്ഞതിൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങളുടെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിന് പഴി കേൾക്കേണ്ടി വന്നതുകൊണ്ട് ഇനി ഭരണം മാറിയാൽ അക്കാലത്തുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും പഴി പറയണമല്ലോ എന്ന ഒരു വാശി കൊണ്ടായിരിക്കാം ഇത് ചെയ്യാതിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രളയമുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ മരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ മാത്രം ഇങ്ങനെ വെള്ളം കയറുന്നത്? ഇതേക്കുറിച്ച് വിശദമായി തന്നെ ടോണി തോമസ് എന്ന ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ ഇന്നലെ എഴുതിയത് ഞാൻ പ്രേക്ഷകരെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. അത്തരം അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയാനോ പരിഹരിക്കാനോ 10 വർഷം പിണറായിക്ക് കഴിഞ്ഞില്ല. അതെല്ലാം വിടൂ. 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ നമ്മുടെ നദികളിലും ഡാമുകളിലുമെല്ലാം മണൽ കൂമ്പാരം കൂടിയെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ തന്നെ എല്ലാ മഴക്കാലത്തും
നമ്മുടെ നദികളിൽ വലിയ തോതിൽ മണൽ വന്ന് കൂന കൂട്ടാറുണ്ട്. മഴ മാറിക്കഴിയുമ്പോൾ ഈ മണൽ വാരിയെടുക്കുന്നതായിരുന്നു നമ്മുടെ രീതി. അതുകൊണ്ട് ആറുകളും തോടുകളും പഴയതുപോലെ തന്നെ ആഴത്തിൽ കിടക്കും. ഡാമുകളിൽ ആവശ്യത്തിനധികം ജലം സംഭരിക്കാൻ കഴിയും. എന്നാൽ വ്യാജ പരിസ്ഥിതി സ്നേഹം പറഞ്ഞ് പാറമട മാഫിയകൾക്ക് കീഴടങ്ങി പിണറായിയുടെ സർക്കാർ പൂർണ്ണമായും ആറ്റിലെ മണൽ വാരൽ നിരോധിച്ചു. മണൽ വാരൽ അതിര് കടക്കുമ്പോൾ അത് തടയേണ്ടതുണ്ട്. ആറ്റിലെ മണൽ വാരുന്നതിന് പകരം കരയിടിച്ചു വാരുന്നതടക്കമുള്ള വൃത്തികേടുകൾ ശിക്ഷാർഹമായ കുറ്റകൃത്യമായി കാണണം. പക്ഷേ ആറ്റിലും ഡാമിലും വന്നടിഞ്ഞിരിക്കുന്ന മണലുകൾ വാരിയില്ലെങ്കിൽ വെള്ളം സ്വീകരിക്കാനാവാതെ നാട് മുങ്ങിപ്പോകും എന്ന് പിണറായിക്ക് അറിയാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് മണൽ വാരൽ നിരോധനം നിലവിൽ നിന്നാൽ മാത്രമേ ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ പാറപ്പൊടിക്കും സാൻഡിനും മാർക്കറ്റ് ഉണ്ടാവൂ. എന്ന് വെച്ചാൽ വലിയ കോറി ഉടമകൾ, പാറയുടമകൾ അവർ സംഘം ചേർന്ന് ഒരു മാഫിയായി കോടികൾ രാഷ്ട്രീയ മാഫിയ സംഘങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് ആറ്റിലെ മണൽ വാരൽ നിരോധിച്ചിട്ടു. ഇതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒരു സാൻഡ് ഓഡിറ്റ് ഇതിനിടയിൽ നടന്നിരുന്നു. ആ സാൻഡ് ഓഡിറ്റിൽ പറയുന്നത് ഏതാണ്ട് 10,000 കോടി രൂപ വിലമതിക്കുന്ന മണലുകൾ നമ്മുടെ ആറുകളിലും ഡാമുകളിലും കിടക്കുന്നുവെന്നാണ്. ഈ മണൽ നിയമപരമായി വാരിയെടുത്താൽ ഖജനാവിലേക്ക് കിട്ടുന്നത് 5,000 മുതൽ 10,000 കോടി വരെ രൂപയാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജലസംഭരണ ശേഷി ആറുകൾക്കും ഡാമുകൾക്കും കൂടുകയും ഇപ്പോഴത്തെ പ്രളയ ഭീഷണി ഇല്ലാതാവുകയും ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അത് ചെയ്യാതിരിക്കുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മണൽ 40-ലധികം നദികളിലായും പല ഡാമുകളിലായുമാണ് കുന്നുകൂടി കിടക്കുന്നത്. ഇവയിൽ ഭൂരിപക്ഷത്തിൻ്റെയും അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. ജലസേചന വകുപ്പിനും വൈദ്യുതി വകുപ്പിനുമൊക്കെ ഉണ്ട് ഡാമുകളുടേതെങ്കിലും നദികളിലേത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. മാഫിയയെ പോലെ കോടികൾ കൈക്കൂലി കൊടുക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങളല്ല ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാറമട കോറി ലോബികൾ ഈ മണൽ വാരലിനെ തടഞ്ഞ് അവരുടെ സാൻഡും അവരുടെ പാറപ്പൊടിയും വിൽക്കാൻ വേണ്ടി ഈ നാടിനെ ഒറ്റുകൊടുക്കുന്നു. അവരുടെ ആനുകൂല്യം കൈപ്പറ്റിയാണ് ഈ നാടിനെ ഇവർ കബളിപ്പിച്ചതും ചതിച്ചതും. വി.ഡി. സതീശൻ സർക്കാർ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണം. ഈ നാടിനെ മുക്കിക്കൊന്നാലും കീശ വീർക്കണം എന്ന് വിചാരിച്ച ധൂർത്തനും ധാർഷ്ട്യക്കാരനുമായ ഒരു ഭരണാധികാരി ഒഴിഞ്ഞുപോയിട്ടും അവശിഷ്ടങ്ങളിൽ പലതും ഇപ്പോഴും താങ്ങുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നദികളിൽ ഓഡിറ്റ് നടത്തണം, ഡാമുകളിൽ ഓഡിറ്റ് നടത്തണം. നിയമപരമായി ആരും ചൂഷണം ചെയ്യാത്ത വിധത്തിൽ അതിൻ്റെ കൃത്യമായി പാസ് എടുത്ത് ഇവയൊക്കെ വാരി പുറത്തെത്തിച്ച് മണൽക്ഷാമം പരിഹരിക്കണം, ഖജനാവിൽ പണം കൂട്ടണം, പ്രളയം ഒഴിവാക്കണം. എൻ്റെ ജന്മനാടിനടുത്ത് പമ്പയാറ്റിൽ പെരുന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെക്ക് ഡാമുണ്ട്. ഈ ചെക്ക് ഡാം 3 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ചെറിയ അണക്കെട്ടാണ്. ഇവിടെ ഓരോ മഴയ്ക്കും മണൽ വന്നുകൂടും. ഈ മണൽ ഈ ചെക്ക് ഡാമിനെ നിറയ്ക്കുന്നത് കൊണ്ട് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ട് മണൽ വാരാതിരിക്കാൻ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് പ്രത്യേക അനുമതിയോടെ ഈ മണൽ വാരി കരയ്ക്ക് കൂട്ടിയിടും. പക്ഷേ ഈ മണൽ അവിടുന്ന് ലേലം ചെയ്ത് വിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ മഴയത്തും ഈ മണൽ ഈ ചെക്ക് ഡാമിലേക്ക് വീണ്ടും തിരിച്ചു വരും. ഇതാണ് നമ്മുടെ നാട്ടിലെ മണൽ വാരൽ ശാസ്ത്രം. 2018-19 പ്രളയത്തിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് ടൺ മണലാണ് നദികളിൽ ഒഴുകിയെത്തിയത്. 8 ജില്ലകളിലെ 13 നദികളിൽ ഓഡിറ്റ് നടന്നപ്പോൾ 1.75 കോടി മെട്രിക് ടൺ മണൽ ഉണ്ടെന്നും അവയ്ക്ക് ഏതാണ്ട് 1,500 കോടി വിലമതിക്കുമെന്നുമാണ് കണക്കാക്കപ്പെട്ടത്. ഓർക്കണം, 1/3 നദികളിൽ മാത്രമാണ് പരിശോധന നടത്തിയതും ഈ 1,500 കോടിയുടെ മൂല്യമുണ്ടെന്ന് കണ്ടെത്തിയതും. ഇതുകൂടാതെ മറ്റ് 17 നദികളിലായി ഏതാണ്ട് 1,500 കോടിയുടെ വേറെയും മണലുണ്ടെന്ന് കണ്ടെത്തിയതോടെ 3,000 കോടി വില കിട്ടു. കൂടാതെയാണ് ഏതാണ്ട് 2,000 കോടി മുതൽ 5,000 കോടി രൂപ വരെ വിലമതിക്കുന്ന മണലുകൾ ഡാമുകളിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഭാരതപ്പുഴയിൽ മാത്രം 75 ലക്ഷം മെട്രിക് ടൺ മണൽ കുന്നുകൂടി കിടക്കുന്നതായാണ് റിപ്പോർട്ട്. മംഗലം ഡാമിൽ ഏതാണ്ട് 50 ലക്ഷം ഘനമീറ്റർ മണ്ണുണ്ടെന്ന് കണക്കാക്കുന്നു. ഡാമുകളുടെ സംഭരണ ശേഷിയുടെ 15% മാത്രമേ ഇപ്പോൾ വെള്ളം നിറയുന്നുള്ളത്രേ. ബാക്കിയൊക്കെ ഈ മണൽ കൂമ്പാരങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ഡാമുകളിലെ മണലുകൾ മാറിയാൽ നമ്മുടെ ജലസംഭരണ ശേഷിയുടെ 85% കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ പ്രളയമൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. പത്തനംതിട്ട ജില്ലയിൽ മണിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഡാമുണ്ട്. ഈ ഡാമിൻ്റെ ഷട്ടറുകൾ 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയതാണ്. 8 വർഷമായിട്ടും ആ ഷട്ടറുകൾ പുതുക്കി പണിയാൻ പിണറായിസ്റ്റ് സംരക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഡാമിന് ഷട്ടറില്ല.
വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വേമ്പനാട്ട് കായലിൻ്റെ 85% സംഭരണശേഷിയും ഇപ്പോൾ ചെളിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അടിഞ്ഞിരിക്കുന്നെന്നും വെറും 15% മാത്രമേ സംഭരണശേഷിക്കനുസരിച്ച് വെള്ളം സ്വീകരിക്കാൻ അതിന് കഴിയുന്നു എന്നുമാണ് MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ കണ്ടെത്തിയത്. അറിയുക, കുട്ടനാടിനെ മുക്കുന്നത് വേമ്പനാട്ട് കായലാണ്. അതിൽ 85% വെള്ളവും സ്വീകരിക്കാൻ കഴിയുന്നില്ല. കേവലം 15% വെള്ളം മാത്രമാണ് നദികളിൽ നിന്ന് എത്തുമ്പോൾ സ്വീകരിക്കുന്നത്. ഒരു കണക്ക് ഞാൻ വായിച്ചത് 4376 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം വേമ്പനാട്ട് കായലിൻ്റെ അടിയിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നു എന്നാണ്. 8.5 മീറ്റർ ആഴമുള്ള വേമ്പനാട്ട് കായലിൽ ഇപ്പോൾ വെള്ളം കിടക്കുന്നത് വെറും 1.8 മീറ്റർ മാത്രമാണത്രേ. ബാക്കിയൊക്കെ ചെളിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മണലുമൊക്കെയായി കിടക്കുകയാണ് എന്നറിഞ്ഞാൽ എന്തൊരു നിരുത്തരവാദിത്തമാണ് ഈ ഭരണാധികാരികൾക്കുള്ളത് എന്ന് തിരിച്ചറിയാൻ പറ്റും. പമ്പയാറും അച്ചൻകോവിലും മണിമലയാറും മീനച്ചിലാറും അടക്കം നിരവധി നദികളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ 10% മാത്രമേ വേമ്പനാട്ട് കായലിന് സ്വീകരിക്കാൻ കഴിയൂ. ബാക്കിയൊക്കെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പോകും. ഈ സമയത്ത് കടൽ ഉയർന്നു കിടക്കുന്നതിനാൽ ആവശ്യത്തിന് കടൽ സ്വീകരിക്കുകയുമില്ല. അങ്ങനെയാണ് പടിഞ്ഞാറൻ പ്രദേശം ഞൊടിയിടയിൽ വെള്ളത്തിലാവുന്നത്. കൂടാതെയാണ് റോഡുകളും റിസോർട്ടുകളും അടക്കം നിർമ്മാണ പ്രവർത്തനം നടത്തി ജലം സംശീകരിക്കാനുള്ള വേമ്പനാട്ട് കായലിൻ്റെ ശേഷി നമ്മൾ ഇല്ലാതാക്കിയത്. ഏതാണ്ട് 45,000-ഓളം ഹെക്ടർ പാടശേഖരങ്ങളുടെ പുറം ബണ്ടുകൾ പണ്ട് കൃഷിക്കാർ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അവയൊക്കെ മടവീണ് വെള്ളത്തിൻ്റെ പോക്കിനെ നിയന്ത്രിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് ബണ്ടുകൾ ഉണ്ടാക്കി ആ സ്വാംശീകരണവും ഇല്ലാതാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ടതൊന്നും പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തില്ല. 2018 ദുരന്തമുണ്ടായിട്ടും അതെന്തുകൊണ്ടുണ്ടായി, അതിനെന്ത് പരിഹാരം എന്ന് കണ്ടെത്തിയില്ല. എന്നിട്ടിപ്പോൾ ഈ ദുരന്തത്തിൻ്റെ പേരിൽ VD സതീശനെ തെറി വിളിച്ചിട്ട് എന്താണ് കാര്യം? ഇപ്പോൾ ഈ നാടിനെ മുക്കിയത് VD സതീശനല്ല, പിണറായി വിജയൻ എന്ന ദുഷ്ടനായ പഴയ ഭരണാധികാരി തന്നെയാണ്. നാടിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് ഇല്ലാതാക്കിയ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കമ്മി സർക്കാരിനും കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നും ചെയ്യാൻ കഴിയാതെ പോയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ദുരിതം വീണ്ടും അനുഭവിക്കുന്നത്.